Hello guys, welcome to another beautiful vlog of Ride with us. അപ്പോൾ ഇന്ന് വേറൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാനാണ് ഇന്ന് വണ്ടി ഓടിക്കാൻ പോകുന്നത്. നമ്മൾ പോകുന്നത് തുഷാരഗിരി വാട്ടർഫോൾസിലോട്ടാണ്. കരിപ്പൂർ എയർപോർട്ടിൽ 50 കിലോമീറ്റേഴ്സ് ഉണ്ട് വണ്ടി സൈഡ്. അപ്പം ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഏറ്റെടുത്തേക്കാണ്. ഞാൻ കുറേ ട്രിപ്പ് പോയിട്ടുണ്ട്, വണ്ടി ഓടിച്ചിട്ട് തനിച്ച് ആദ്യമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ സാരഥി. ഞാൻ ഫേസറാണ് ഇന്ന് കൊണ്ടുപോകുന്നത്. പിന്നെ റൈഡിങ് ജാക്കറ്റെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇൻ്റർകോം കണക്ട് ചെയ്യുകയാണ്. അത് ഓൾറെഡി ഇൻ്റർകോം ഞങ്ങൾ ചാർജ് ചെയ്ത് വെച്ചിട്ട് ഹെൽമെറ്റിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുകയാണ്. gearbest.com 2 വർഷം മുന്നെയാണ് ഞങ്ങൾ ഈ BTSൻ്റെ ഇൻ്റർകോം ഹെഡ്സെറ്റ് വാങ്ങിച്ചത്. നല്ല യൂസ്ഫുൾ ആയിട്ടൊരു പ്രൊഡക്റ്റാണ്. ലോങ് റൈഡൊക്കെ പോകുമ്പോൾ രണ്ടുപേർക്കൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ട് പോകാൻ പറ്റിയൊരു സാധനമാണ്. പിന്നെ അത് കൂടാണ്ട് ഇപ്പോൾ നമ്മൾ തനിച്ചാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്താൽ മതി. പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് കോളൊക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കണക്ട് ചെയ്ത് സംസാരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം കുറേ ദൂരം കൂടെ ഇനി പോകാനുണ്ടല്ലോ. അപ്പോൾ ഞാൻ തനിച്ചിരുന്ന് വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ച് പോവുകയാണെങ്കിൽ ടൈം പോകുന്നത് അറിയില്ല, വണ്ടി ഓടിക്കൽ നടക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും കണക്ട് ചെയ്തു. ഓക്കെ ആയില്ലേ? ഓക്കെ ആയോ? ഓക്കെ, ശരി. അപ്പോൾ അത് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും മുന്നോട്ട് പോവുകയാണ്. പോകുന്തോറും ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആരോ വരുന്നുണ്ട്, ആരാന്ന് അറിയില്ല. കാരണം പോലീസ് ജീപ്പൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ട്രാഫിക്കാണ്, ആൾക്കാരൊക്കെ കുറേ കൂടിയിട്ടുണ്ട്. നോക്കട്ടെ, എന്തോ പരിപാടി എന്തോ ഉണ്ട്. ഓക്കെ, ഇവിടെ രാഹുൽ ഗാന്ധി വരുന്നുണ്ട്. അതാണ് ഇവിടെ ഭയങ്കര ട്രാഫിക്കായിട്ട് നിൽക്കുന്നത്. ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ്. റോഡിൽ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്, പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം നല്ല മഴയായതുകൊണ്ട് ആ മഴയുടെ വെള്ളം മുഴുവൻ റോഡിലുണ്ട്. റോഡ് നിറയെ ഗട്ടറാണ്. അതോടൊപ്പം തന്നെ ആൾക്കാരും വണ്ടികളും ഒക്കെയായിട്ട് ഭയങ്കര ബ്ലോക്കായിട്ടിരിക്കുകയാണ്. നോക്കാം, എന്ത് വലിയ കുഴികളാണ് റോഡിൻ്റെ നടുക്കുന്ന. ഒരു രക്ഷയില്ലാട്ട് ഈ റോഡൊക്കെ എന്ന് നന്നാക്കും. ഭയങ്കര കുഴികളും ഗട്ടറൊക്കെയാണ്. സൂക്ഷിച്ച് ഗട്ടറിലും കാണാൻ വണ്ടി ചാടിച്ചിട്ട് സൂക്ഷിച്ച് പോയില്ലെങ്കിൽ മറിഞ്ഞ് വീണത് തന്നെ. അപ്പം എന്തായാലും പോയി നോക്കി. ഇത്ര നേരം റോഡിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഈ കുറച്ചിടെയായിട്ട് ഭയങ്കര ബ്ലോക്കും ഇതൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും പോയി നോക്കട്ടെ. എന്തായാലും അവിടെ ചെന്നിട്ട് അവിടെ വരെ എന്താവുന്ന അവസ്ഥ എന്നറിയില്ല. എന്തായാലും പോയി നോക്കാം മുന്നോട്ട്. അപ്പോൾ ഞങ്ങൾ പകുതി ദൂരം പിന്നിട്ടു. 25 കിലോമീറ്റർ കഴിഞ്ഞു. ഇനി ബാക്കി കുറച്ചും കൂടി ഉണ്ട്. വരുന്ന വഴിയൊക്കെ ചെറിയ ചെറിയ ട്രാഫിക്കുകളുണ്ടായിരുന്നു. പിന്നെ രാഹുൽ ഗാന്ധി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണു. ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടെ ഇവിടെ ഒന്നും നിൽക്കാമെന്ന് വിചാരിച്ചത്. ഏതോ ഒരു പാലാണ്, സ്ഥലം നോക്കിയില്ല കേട്ടോ. ഏതോ ഒരു പാലാണ്. അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. ടൈം എന്തായാലും എടുക്കും. ഇനി മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. മഴ പെയ്യുമെന്ന് അറിയില്ല, നോക്കണം. എന്തായാലും മഴ പെയ്താൽ പെട്ട്. ജാക്കറ്റൊന്നുമില്ല, റെയിൻകോട്ടൊന്നുമില്ല. അപ്പോൾ മഴ പെയ്യുമോ എന്നൊക്കെ നോക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ ചെന്നിട്ട് എന്തായാലും കാണാം.
റോഡ് ഭയങ്കര മോശമായി തുടങ്ങി. നമുക്ക് ടാറൊന്നും കാണാനേ ഇല്ല, ഫുൾ മണ്ണ് മാത്രമാണ്. ഓരോ വണ്ടികൾക്ക് മാത്രമേ കടന്നു പോകാൻ പറ്റുള്ളൂ. ഒരു കാറ് വരുന്നുണ്ട്. നിർത്തിയിട്ട് ക്യാമറയൊക്കെ ഉണ്ടല്ലോ, നല്ലതാ പോയിക്കോ, നല്ല റോഡാണെന്ന് ചേട്ടൻ പറയുന്നുണ്ട്. എന്തായാലും പോയി നോക്കട്ടെ. ഞാൻ ഓടിച്ചോളാം, കുഴപ്പമില്ല. വേറെ ഞാൻ ഓടിച്ചോളാം, വയ്ക്കോ? ഞാൻ ഓടിച്ചോളാം. അവർ ചോദിക്കുന്നുണ്ട് എന്നോട് ഓടിക്കണമെന്ന്. കാരണം വഴി ഭയങ്കര മോശമായിട്ടിരിക്കുമല്ലേ, ഭയങ്കര ചെളിയാണ്, കാല് നിലത്ത് കുത്താൻ പറ്റില്ല. നോക്ക് വഴിയുടെ അവസ്ഥ നോക്ക്, എൻ്റെ പൊന്നോ രക്ഷയില്ല കേട്ടോ. മഴയും കൂടെ പെയ്തുകൊണ്ട് ഫുൾ ചെളിയായിട്ടുണ്ട്. ഇനി എത്ര ദൂരം ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? പതുക്കെ, വളരെ പതുക്കെ, ഫസ്റ്റ് ഗിയറിലിട്ട് പതുക്കെ, വളരെ പതുക്കെ ആയിട്ട് പോകാൻ പറ്റുള്ളൂ. കാല് നിലത്ത് കുത്തിയാൽ പോയി, ഭയങ്കര ചെളിയാണ്. ഭയങ്കര ചെളിയായതുകൊണ്ട് ഒരു രക്ഷയില്ല. എന്തായാലും കുറച്ച് ദൂരം ഉണ്ടെന്ന് പറഞ്ഞു. ആ കാറിൽ ചേട്ടൻ പറഞ്ഞു കുറച്ച് ദൂരം കൂടെ ഉണ്ടാവും, ഇങ്ങനെ വഴി ഇങ്ങനെ ഭയങ്കര ചെളിയായിട്ട് കിടക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞു. എന്തായാലും പോയി നോക്കട്ടെ. അയ്യോ ഭയങ്കര കല്ല്, അതിൻ്റെ കൂടെ കല്ലും കൂടി ഉണ്ട്. കല്ലിൽ കൂടി ചാടി ചാടി പോയി കൺട്രോൾ കിട്ടുന്നില്ല എനിക്ക്. അയ്യോ ഇവരാണ് പതുക്കെ പോയിക്കൊണ്ടിരിക്കുക. ഫ്രണ്ടിൽ പോകണ ബൈക്ക്, അവർ കുറച്ചുകൂടി വേഗം പോവുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി കാലൊന്നും കുത്തണ്ട, കുറച്ചുകൂടി എനിക്ക് കാല് കുത്താണ്ടൊക്കെ പോകാൻ പറ്റും. വഴി കുഴപ്പമില്ല, ഇനിയിപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നണു. ടാറിങ് ഇടയ്ക്ക് കാണുന്നുണ്ട്. എന്തായാലും നോക്കട്ടെ, മുന്നോട്ട് പോയി നോക്കട്ടെ. പ്രശ്നമില്ല, ഞാൻ മാനേജ് ചെയ്തു, കാലൊന്നും നിലത്ത് കുത്താണ്ടേ മാനേജ് ചെയ്തു. ഇനിയിപ്പോൾ വഴി കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഈ വഴിക്കൊക്കെ പ്രശ്നമില്ല, കാരണം മണ്ണ് മാത്രമാകുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട്. എഗെയിൻ പിന്നെയും ദേ വന്നു ചെളി ചെളി. അയ്യോ ഓക്കെ, സമാധാനമായി. ഇനി മുതൽ കുഴപ്പമില്ലാത്ത റോഡാട്ടോ, മുന്നോട്ട് കുഴപ്പമില്ലാത്ത റോഡാണ് കാണുന്നത്. അയ്യോ അത്ര ഞാൻ മാനേജ് ചെയ്യാൻ കുറച്ച് പാട് വിട്ടു, കാലൊന്നും നിലത്ത് കുത്താണ്ട്. വേറെ വണ്ടിയൊന്നും ഓപ്പോസിറ്റ് വരാതെ നന്നായി. എന്തായാലും ഇനി മുതൽ വഴിയൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, ഏകദേശം ഒരു 10 കിലോമീറ്ററും കൂടി ഉള്ളൂ അങ്ങോട്ട്. അപ്പോൾ എന്തായാലും വേഗം പോട്ടെ, മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ, ഇടയ്ക്ക് മഴ പെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും മുന്നോട്ട് പോട്ടെ. അപ്പോൾ ഞങ്ങളിവിടെ തുഷാരഗിരി എത്തി. അവിടെ ബാക്കിൽ കാണുന്ന പാലാണ് തുഷാരഗിരി പാലം. അപ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് ലെഫ്റ്റ് അടിച്ച് താഴത്തോട്ട് വരുമ്പോഴാണ് ഇവിടുത്തെ ഓഫീസ്. ഇതാണ് ആ ഓഫീസ്. അങ്ങനെ 50 കിലോമീറ്റർ യാതൊരു പ്രശ്നമില്ലാണ്ട് ഞാൻ കവർ ചെയ്തു. ഇനി തിരിച്ചങ്ങോട്ട് 50 കിലോമീറ്റർ ഉണ്ട്, അതും കൂടെ എങ്ങനെയാണെന്ന് നോക്കണം. കുറച്ച് പതുക്കെയായിട്ട് വന്നത്, കാരണം ഇടയ്ക്ക് മഴ തൊടുന്നുണ്ടായിരുന്നു. പിന്നെ റോഡ് ഭയങ്കര മോശമായിരുന്നു. ഒരു സ്ഥലത്ത് റോഡ് ടാറൊന്നും ഇല്ല, ഫുൾ മണ്ണ് മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് മോശമായിരുന്നു റോഡ്. പിന്നെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് വന്നു. അപ്പോൾ എന്തായാലും ഇവിടെ പാർക്കിങ്ങിന് ഫീസുണ്ട്. പാർക്കിങ്ങിന് 20 രൂപയാണ് കൊടുത്തത്. അങ്ങോട്ട് ഉള്ളിലോട്ട് കയറണം, ഇതാണ് ഇവരുടെ ഓഫീസ്. ഉള്ളിലോട്ട് കയറണമെങ്കിൽ ഫീസ് എത്രയാണെന്നൊന്നും അറിയില്ല. എന്തായാലും നോക്കട്ടെ. രണ്ടുപേരും താറൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ, താറിൻ്റെ CRD മോഡലൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വേറൊരു ഫാമിലി വന്നിട്ടുണ്ട്, ഇവിടെ വേറൊരു ഫാമിലി വന്നുകൊണ്ടിരിക്കണു. അപ്പോൾ ഞങ്ങൾ എന്തായാലും കുറച്ച് റെസ്റ്റ് ചെയ്യട്ടെ, ചായയൊക്കെ കുടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി നോക്കണം. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇനിയിപ്പോൾ അവിടെ ചെല്ലാനല്ലോ, ഇവിടെ ആണല്ലോ. ഇനിയിപ്പോൾ ഇവിടുത്തെ വീഡിയോസൊക്കെ എടുക്കട്ടെ കേട്ടോ. ശരി എന്നാൽ ബൈ. അപ്പോൾ എൻ്റെ പങ്കാളി ഇതേ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. 30 രൂപ. അപ്പോൾ 3 പേർക്ക് 90 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് വെള്ളച്ചാട്ടം, മഴവിൽ ചാട്ടം, തുമ്പിതുള്ളും പാറ, താന്നി മുത്തശ്ശി. ഓക്കെ, അത് ഒരു മരം കേട്ടോ. 3 വെള്ളച്ചാട്ടം, ഒരു താന്നിയുടെ ഒരു മരമുണ്ട്. അങ്ങനെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നല്ല നല്ല
മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഞാൻ ആദ്യത്തെ ചെറിയ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതായിരിക്കും ഒന്നാമത്തെ വെള്ളച്ചാട്ടം. പക്ഷെ അതല്ല, ഈ വലിയ വെള്ളച്ചാട്ടമാണ് ഒന്നാമത്തെ വെള്ളച്ചാട്ടം, അതായത് ഈരാറ്റുമുക്ക് വെള്ളച്ചാട്ടം. ബാക്കി 2 വെള്ളച്ചാട്ടം ക്ലോസ്ഡാണ്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം ഈ ആദ്യത്തെ വെള്ളച്ചാട്ടം തന്നെ ഇത്ര വലുതാകുമ്പോൾ മറ്റ് 2 വെള്ളച്ചാട്ടം എന്തോരം ഉണ്ടാകും. സോ അത് കുറച്ചുകൂടി മുകളിലോട്ട് കയറി പോകണം. അപ്പോൾ അങ്ങോട്ട് എൻട്രി ഇല്ല. ഓഹോ, എന്ത് ഭംഗിയാ നോക്ക്. നമുക്ക് അതിൻ്റെ അടുത്ത് വരെ പോകാം കേട്ടോ. പക്ഷെ കുറച്ച് ഡേഞ്ചറാണ്. എന്ന് വെച്ചാൽ നല്ല ശക്തിയിൽ വെള്ളം പോകുന്നുണ്ട്. നോക്കട്ടെ, എന്ത് ഭംഗി നോക്കുന്നുണ്ട് കൃഷ്ണ. അതൊക്കെ ഇതാണ് ഈരാറ്റുമുക്ക് വെള്ളച്ചാട്ടം തുഷാരഗിരിയിൽ. എന്നാലും അതിൻ്റെ അടുത്ത് വരെ ഒന്ന് പോയി നോക്കട്ടെ. ഇതൊക്കെ നമുക്കിവിടെ ഇറങ്ങാൻ പറ്റും കേട്ടോ. ഇവിടെ ഇറങ്ങാൻ പറ്റും. ഇതാണ് അപ്പോൾ വെള്ളച്ചാട്ടം. ഇതിൻ്റെ മുഖത്തേക്ക് നന്നായിട്ട് വെള്ളമടിക്കുന്നുണ്ട്. എന്തായാലും അങ്ങോട്ട് കയറി നോക്കാം. പെട്ടെന്ന് ചെല്ലേണ്ടതുണ്ട്. 50 കിലോമീറ്റർ ഉണ്ടല്ലോ. അപ്പോൾ മഴയൊക്കെ പെയ്യുന്നേക്കാൻ മുന്നേ വേഗം പോവാണ്. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്ത് ചെന്നിട്ട് കാണാം. ബൈ ബൈ.